ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 11-ാം തീയതി. ഈ നല്ല ദിവസത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലെ 2 കാഹളങ്ങളെക്കുറിച്ച് ഉള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾക്ക് അവരെ വിളിച്ചു കൂട്ടുവാനും അവരെ നടത്തുവാനുമായിട്ട് ദൈവം ഉപയോഗിച്ച ഉപകരണം എന്ന് പറയുന്ന കാഹളമാണ്. വലിയ ചെമ്മരിയാടിൻ്റെ കൊമ്പ് കൊണ്ടുള്ളതായിരിക്കുന്ന കാഹളങ്ങൾ അത് തയ്യാറാക്കി അവർ വെക്കുമായിരുന്നു. ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് പിന്നെ ഇപ്പോൾ കാഹളങ്ങൾക്ക് വേറെ പല വസ്തുക്കൾ കൊണ്ട്, ബ്രാസ് കൊണ്ടും മറ്റുമൊക്കെ കാഹളങ്ങൾ ഉണ്ടാക്കാറുണ്ട്, വെള്ളിക്കാഹളങ്ങളും ഉണ്ടാക്കാറുണ്ട്. എന്നാലും ആ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചത് അങ്ങനെ വലിയ ചെമ്മരിയാടുകളുടെ കൊമ്പുകളാണ്. അവ വളർന്ന് അങ്ങനെ ചുരുണ്ട് വളരെ നീളമുള്ളതായിട്ട് തീരും. അതിനെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ദൈവം ഇസ്രായേൽ മക്കളോട് മോശയോട് പറഞ്ഞു, നീ 2 കാഹളങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയാണ്? ഒന്ന് ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടുവാനും അവരെ യാത്ര പുറപ്പെടുവിക്കുവാനും വേണ്ടി ആണ്. ഒന്ന് വിളിച്ചു കൂട്ടാനും 2 യാത്ര പുറപ്പെടുവിക്കാനും. ഒരു കാഹളം ഊതുമ്പോൾ ഇസ്രായേൽ മക്കൾക്കറിയാം എല്ലാവരും റെഡിയാകണം, എല്ലാവരും പാളയത്തിലേക്ക് വരണം. അവർ വിറകുറക്കാൻ പോയവർ കാണും, മറ്റാവശ്യങ്ങൾക്ക് പോയവർ കാണും, എല്ലാവരും പാളയത്തിലേക്ക് വരണം. യാത്ര പുറപ്പെടാനുള്ള സമയമായി. ഇപ്പോൾ ആദ്യത്തെ കാഹളം. 2ാമത്തെ കാഹളം ഊതുമ്പോൾ അവരെല്ലാവരും യാത്ര പുറപ്പെടണം. അങ്ങനെ 2 കാഹളങ്ങളാണ് ദൈവം മോശയോട് ഉണ്ടാക്കുവാനായിട്ട് കൽപ്പിച്ചത്. ഈ കാഹളങ്ങൾ വ്യക്തമായ 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ജനങ്ങൾക്ക് കാഹളശബ്ദം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം വ്യത്യസ്ത രീതികളിലായിരുന്നു കാഹളങ്ങൾ ഊതിയത്. അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. കാഹളം എങ്ങനെയാണ് ഊതേണ്ടത്. ഒരു കാഹളം മാത്രം ഊതുമ്പോൾ സഹസ്രാധിപന്മാർ പാളയത്തിലേക്ക് വരണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയം യാത്ര പുറപ്പെടണം. വീണ്ടും ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയം യാത്ര പുറപ്പെടണം. ഇങ്ങനെ ഗംഭീരധ്വനി ഊതി 4 ഭാഗത്തുമുള്ള പാളയങ്ങളെ യാത്രയാക്കും. എന്നാൽ ജനങ്ങൾ യാത്ര നിർത്തി പാളയം അടിക്കണം എന്നുള്ളപ്പോൾ ഗംഭീരധ്വനി ഊതുകയില്ല. ഇങ്ങനെ 2 കാഹളങ്ങൾ കൊണ്ട് ജനത്തെ കൂട്ടുവാനും ജനത്തെ പുറപ്പെടുവിക്കുവാനും കഴിയത്തക്ക വിധത്തിലാണ് ആ ക്രമീകരണങ്ങൾ ചെയ്തത്. കാഹളങ്ങളുടെ ശബ്ദം മനസ്സിലാക്കി ജനം യാത്ര പുറപ്പെടുകയോ യാത്ര നിർത്തി പാളയമിറങ്ങുകയോ ചെയ്യണം. ഈ 2 കാഹളങ്ങൾ വളരെ പ്രധാനമാണ്. ഈ കാഹളങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത രീതികൾ ഊതുമ്പോൾ ഈ ശബ്ദം തിരിച്ചറിയുവാനായിട്ട് ജനത്തിന് കഴിയാതെ വന്നാൽ എന്താണ്? നീട്ടിയാണോ ഊതിയത്, നീട്ടാതെയാണോ ഊതിയത്, ഇതൊന്നും അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ്? ചില ആളുകൾക്ക് അങ്ങനെയാണ്. അവർക്ക് തിരിച്ചറിവ് വളരെ കുറവാണ്. അപ്പോൾ ഈ 2 കാഹളങ്ങളും അതിപ്രധാനമായ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ചിന്തിക്കാവുന്നത്. ഒന്ന് സുവിശേഷത്തിൻ്റെ കാഹളം. കർത്താവിൻ്റെ രക്ഷണ്യ പരിപാടിയിലേക്കുള്ള ആഹ്വാനമാണ് സുവിശേഷത്തിൻ്റെ കാഹളം. 2ാമത്തെ കാഹളമെന്ന് പറയുന്ന യുദ്ധകാഹളമാണ്. സുവിശേഷ വേലയ്ക്കായുള്ള ആഹ്വാനമാണ്. 1ാമത്തേത് വരിക വിശ്വസിക്കുക എന്നാണെങ്കിൽ 2ാമത്തേത് പോകുക അറിയിക്കുക എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നു പിന്നെ കർത്താവിന് വേറൊരു കാഹളങ്ങളുണ്ട്, പ്രധാന ദൂതന കാഹളം. അത് ഊതുമ്പോൾ നമ്മളെല്ലാവരും മുകളിലേക്ക് കർത്താവിൻ്റെ കൂടെ പോകുന്നതാണ്. അപ്പോൾ ഈ കാഹളങ്ങൾ ഇന്ന് ഊതപ്പെടേണ്ട കാഹളങ്ങളാണ്. സുവിശേഷത്തിൻ്റെ കാഹളം കർത്താവിൻ്റെ രക്ഷൻ്റെ പരിപാടിയിലേക്ക് ആളുകളെ വിളിക്കുന്ന കാഹളമാണ്. ആ കാഹളം നമ്മൾ ഊതണം. അത് ഊതുവാനായിട്ട് പുരോഹിതന്മാരായ നമുക്ക് ദൈവം ആജ്ഞ നൽകിയിരിക്കുകയാണ്. നാം അത് വ്യക്തമായി ഊതണം, നീട്ടി ഊതണം, ആളുകൾക്ക് ഗ്രഹിക്കത്തക്ക വിധത്തിൽ അത് ഊതണം. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സന്ദേശം വ്യക്തമായി ആളുകളോട് നമ്മൾ പ്രസ്താവിക്കണം. അവരത് കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലാകത്തക്ക നിലയിൽ പ്രസ്താവിക്കണം. ഇസ്രായേൽ ജനം എങ്ങനെയാണ് ഈ കാഹളങ്ങളുടെ ശബ്ദം തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് റിഹേഴ്സൽ ടൈം അവർക്കുണ്ടായിരുന്നു, റിഹേഴ്സൽ പ്രാക്ടീസ് അവർക്കുണ്ടായിരുന്നു. മോശ എല്ലാവരും വിളിച്ചു കൂട്ടി, ഓക്കെ ഞാനിപ്പോൾ ഊതാൻ പോവുകയാണ്, നിങ്ങൾ അവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ശബ്ദം കേൾക്കുമ്പോൾ ഓർത്തോണം, പാളയത്തിലേക്ക് വരേണ്ട കാഹളമാണിത്. അങ്ങനെ ഊതി അവരെ പല പ്രാവശ്യം ചെതറിച്ചു, കാഹളം ഊതി വരുത്തി. അപ്പോൾ അവർക്ക് മനസ്സിലായി കാഹളത്തിൻ്റെ ശബ്ദം കേട്ടാൽ പാളയത്തിലേക്ക് വരണം. പിന്നെ പറഞ്ഞു ഇനിയത്തെ കാഹളം ഇങ്ങനെയാണ്, അത് ഊതുന്ന സമയത്ത് നിങ്ങൾ യാത്ര പുറപ്പെടണം. അങ്ങനെ അവർക്ക് പ്രാക്ടീസ് കൊടുത്തു. അങ്ങനെ അവരെ സന്നദ്ധരാക്കി. ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തന്നെയാണ്. സുവിശേഷത്തിൻ്റെ കാഹളം ഊതുമ്പോൾ നമ്മൾ ദൈവമക്കളെ പരിശീലിപ്പിക്കണം. സുവിശേഷം കേട്ടാണ് നാം രക്ഷിക്കപ്പെട്ടത് എന്നതുകൊണ്ട് മാത്രം മറ്റുള്ളവരോട് സുവിശേഷം പറവാൻ നാം സന്നദ്ധരാണ് എന്നർത്ഥമില്ല. സുവിശേഷത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണം. കർത്താവ് സുവിശേഷത്തിലുള്ള ട്രെയിനിങ് 12 ശിഷ്യന്മാർക്ക് കൊടുത്തായിട്ട് നമുക്കറിയാം. അവരെ ഈരണ്ടായിട്ട് കാഹളം ഊതുവാനായിട്ട് അവർ കാഹളവുമായിട്ട് അവർ വിട്ടു. കർത്താവ് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് അവരെ മുന്നമേ അയച്ചു. നിങ്ങൾ പോയി കാഹളം ഊതാൻ പറഞ്ഞു, ആളുകളെ കൂട്ടാൻ പറഞ്ഞു, ഞാൻ പിന്നാലെ വന്നേക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് കർത്താവ് സുവിശേഷ വേല ചെയ്തത്. ഇന്നും അങ്ങനെ തന്നെ ചെയ്യേണ്ടതായി ആവശ്യമാണ്. രണ്ടാമതൊന്ന്, സുവിശേഷത്തിന് വേണ്ടി ആളുകളെ സന്നദ്ധരാക്കുക. സുവിശേഷത്തിന് വേണ്ടി ആളുകളെ സന്നദ്ധരാക്കുക, മാർച്ച് ചെയ്യാനായിട്ട്. അവിശ്വാസികളെ സുവിശേഷത്തിൻ്റെ കാഹളം കൊണ്ട് സഭയിലേക്ക് കൊണ്ടുവരുമെങ്കിൽ വിശ്വാസികളെ സുവിശേഷ ഘോഷണത്തിൻ്റെ കാഹളം കൊണ്ട് സഭയിൽ നിന്ന് പുറത്തേക്ക് വിടും. ഇത്ര മനോഹരമായിരിക്കുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് കാഹളങ്ങളെ നമുക്ക് വേറെ ഒരു നിലയിൽ ചിന്തിക്കാവുന്നതാണ്. ഒന്നാമത്തെ കാഹളം ആരാധനയ്ക്കുള്ള കാഹളമാണ്, സഭയുടെ കൂടിവരവിൻ്റെ കാഹളമാണ്. രണ്ടാമത്തെ സഭയുടെ ഉൽപ്രാവണത്തിൻ്റെ കാഹളമാണ്. രണ്ടും കർത്താവാണ് മുഴക്കുന്നത്. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ ദൈവത്തിൻ്റെ ജനം കൂടി വരും. പള്ളികളിലൊക്കെ മണി മുഴക്കുമായിരുന്നു പണ്ടങ്ങനെയാണ്. പള്ളിമണി കിടക്കുമ്പോൾ ഒന്നാം മണി അടിക്കുമ്പോൾ ആളുകൾ ഒരുങ്ങും, രണ്ടാം മണി അടിക്കുമ്പോൾ യാത്രയാകും, മൂന്നാം മണി അടിക്കുമ്പോഴത്തേക്ക് അവരവിടെ എത്തിച്ചേരും. കാരണം അന്നത്തെ ആളുകൾ പള്ളിക്ക് ചുറ്റുമാണ് ആളുകൾ വസിച്ചിരുന്നത്. ഇന്നത്തെ പോലെ കിലോമീറ്ററുകളപ്പുറമല്ല. ഇന്നിപ്പോൾ കാറും വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കിലോമീറ്റർ അപ്പുറം വസിച്ചാലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് വന്നു ചേരാം. പക്ഷേ കാഹളങ്ങൾ ഊതണം. കാഹളങ്ങൾ കേട്ടാൽ മനസ്സിലാകണം, വ്യക്തി ജീവിതത്തിൽ രണ്ട് കാഹളങ്ങൾ നമുക്ക് വേണം. രണ്ട് കാഹളം വേണം. വേർപാടിൻ്റെ കാഹളവും കൂട്ടായ്മയുടെ കാഹളവും. പുറപ്പെട്ടു പോരുവീൻ എന്നുള്ള കാഹളം ഇന്ന് പല വിശ്വാസികളും കേൾക്കേണ്ടതായിരിക്കുന്നൊരു കാഹളം അതാണ്. കാരണം അവർ വേർപാട് പുലർത്താത്തവരായി ലോകവുമായി മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു അനുഭവമാണുള്ളത്. അങ്ങനെയാണ്, അത് പാടില്ല. പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായിട്ടൊന്നും തുടരുത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ എന്ന് ഇസ്രായേൽ മക്കളോട് ബാബിലോണിൽ നിന്ന് പോരുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകന്മാർ മുഖാന്തരം നിർദ്ദേശിച്ചു. നമ്മോടും പറയുന്ന അതാണ്, വിട്ടുപോരുവീൻ, നിങ്ങൾ വേർപാട് പുലർത്തുവീൻ. വേർപാടിൻ്റെ കാഹളം ഇന്ന് ഊതണം. ഇന്ന് വേർപാടിൻ്റെ കാഹളം പൊടി പിടിച്ച് കിടക്കുകയാണ്, ആരും ഊതുന്നില്ല. ഇഷ്ടം പോലെ ജീവിച്ചോ, ആരോടും ബന്ധപ്പെട്ടോ, വിശ്വാസികൾ അവിശ്വാസികളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നു. പല വിധത്തിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവിശ്വാസികളുമായി സമ്പർക്കം പുലർത്താതെ നോക്കുകയില്ല. പൗലോസ് തന്നെ അക്കാര്യം പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകണം. റേഷൻ വാങ്ങുന്ന കട വിശ്വാസികളുടെ കടയായിരിക്കില്ല. നാം സഞ്ചരിക്കുന്ന ബസ് ഓടിക്കുന്ന ഡ്രൈവർ വിശ്വാസിയായിരിക്കണമെന്നില്ല. നാം യാത്ര ചെയ്യുന്ന ട്രെയിനോ പ്ലെയിനോ വിശ്വാസികൾ ഓടിക്കുന്നതായിരിക്കില്ല. അതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്കറിയാം, അവിശ്വാസികളുമായി നാം കൂട്ടായ്മ ബന്ധം പുലർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നാം ചെയ്യരുതാൻ നമുക്ക് അനുവാദമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് സഭ കാഹളം ഊതണം, വേർപാടിൻ്റെ കാഹളം ഊതണം. അതുപോലെ തന്നെയാണ് സഭായോഗത്തിൻ്റെ കാഹളവും, അതും ഊതണം. രണ്ട് കാഹളങ്ങളും പ്രായോഗികമായി ഊതുമ്പോഴാണ് വിശ്വാസികൾ സജീവമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുവാനുള്ള കാഹളം ഊതണം. പാളയം പുറപ്പെടാനുള്ള കാഹളം അത് വളരെ ആവശ്യമാണ്. ആ കാഹളം കേൾക്കുവാനുള്ള കാലം വളരെ ആസന്നമായി. നമ്മുടെ പാളയം പുറപ്പെടുവാനുള്ളതായിരിക്കുന്ന കർത്താവാണ് ഊതുന്നത്. പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ അവൻ മധ്യാകാശത്ത് വന്നവന് ഊതും. അപ്പോൾ നാം നമ്മുടെ കാഹളം കേൾക്കുമ്പോൾ നാം പുറപ്പെടും. നമുക്ക് വലിയ പ്രത്യാശയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു. നാം സുവിശേഷ വേലയ്ക്കുള്ള കാഹളം കേൾക്കുന്നവരാണോ? രണ്ട് കാഹളങ്ങളും ഒരുപോലെ പ്രസക്തമാണ്. ഇസ്രായേലിൽ പോകുവാനും പാളയമിറങ്ങുവാനും രണ്ട് കാഹളങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അവർ സുരക്ഷിതമായി കനാൻ നാട്ടിലെത്തി. 20 ലക്ഷത്തിലധികം ജനങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ എത്ര ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. എന്നാൽ ദൈവത്തിൻ്റെ കാഹളങ്ങൾ എത്ര മനോഹരമായി അവരെ ലക്ഷ്യത്തിൽ എത്തിച്ചു. പ്രിയമുള്ളവരെ, കാഹളങ്ങൾ നമുക്കും ആവശ്യമാണ്. പാപികൾ രക്ഷിക്കപ്പെട്ട് നമ്മുടെ സഭകളിലേക്ക് വരണമെങ്കിൽ നാം സുവിശേഷത്തിൻ്റെ കാഹളം നീട്ടി ഊതണം. അതുപോലെ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ പുറത്തുപോയി സുവിശേഷം അറിയിക്കണമെങ്കിൽ പുറപ്പെടുവാനുള്ള കാഹളം നാം ഊതണം. ആരാധനയുടെ കാഹളം നാം ഊതണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാനുള്ള കാഹളം നാം ഊതണം. നമ്മുടെ കർത്താവിൻ്റെ കാഹളം ഊതുവാനുള്ള കാലം എടുത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ കാഹളം പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കും പ്രായോഗികമായി വളരെ പ്രസക്തമാണ്. അതിൽ നിന്ന് ആത്മീയ പാഠങ്ങൾ പഠിച്ച് നമുക്ക് അങ്ങനെ കാഹളം ഊതിയും കാഹളത്തിൻ്റെ ശബ്ദം കേട്ടും ക്രിസ്ത്യ ജീവിതത്തിൽ പുരോഗമിക്കുന്നവരായി ജീവിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.